ഹലോ, പീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് കണ്ണൂർ SN പാർക്കിന് തൊട്ടടുത്തുള്ള ജ്യൂസ് സ്റ്റോക്കിലാണ്. ജ്യൂസും കുടിച്ച് സംസാരിച്ചിരിക്കാൻ പറ്റിയൊരിടം. അതിൻ്റെ കൂടെ തന്നെ ബോംബെ ചാറ്റ് എന്ന പേരിൽ അവരുടെ കിടിലൻ പാനിപൂരി ഐറ്റംസൊക്കെ കിട്ടുന്ന പരിപാടി കൂടിയുണ്ട്. കണ്ണൂർ ടൗണിൽ കവിതാ തിയേറ്റർ കഴിഞ്ഞ പാട് SN പാർക്കിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ജ്യൂസ് സ്റ്റോക്ക്. ചെറിയൊരു ഷോപ്പാണ്. ഇവരുടെ ഷേക്സും പാനിപൂരി ഐറ്റംസൊക്കെ സൂപ്പറാണ്. നമ്മളിന്ന് ദാഹിപൂരിയും പാവ് ബജിയുമാണ് ഓർഡർ ചെയ്തത്. അതിൽ ദാഹിപൂരിയുടെ പ്രിപ്പറേഷനാണ് ഇപ്പോൾ കാണുന്നത്. പൂരി ബോൾസിൻ്റെ ഉള്ളിൽ ഉരുളക്കിഴങ്ങിൻ്റെ മസാല ആദ്യം ഇടും. അതിനുശേഷം അതിലേക്ക് ഗ്രീൻ ചട്നിയും അതുപോലെ തന്നെ റെഡ് ചട്നിയും ഒഴിക്കും. ദാഹിപൂരി കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. റെഡ് ചട്നി എല്ലാത്തിലും ഒഴിച്ചതിന് ശേഷം അതിലേക്ക് സ്വീറ്റ് ആയിട്ടുള്ള തൈര് കൂടി ഒഴിക്കും. പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ള കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള തൈരാണ് ഇതിലേക്ക് ചേർക്കുന്നത്. തൈര് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇനി സേവ് അഥവാ ഓമപ്പൊടി കൂടി വിതറും. അപ്പോൾ നമ്മുടെ ദാഹിപൂരിയുടെ റെഡിയായി. ഇനി നമ്മൾക്ക് പാവ് ബജി ഉണ്ടാക്കുന്നത് നോക്കാം. തവയുടെ മുകളിൽ മസാല റെഡിയായിരിക്കും. അതിൽ നിന്നും കുറച്ച് മസാല നടുഭാഗത്തേക്ക് ആക്കും. നടുവിൽ മാത്രമാണ് ഫ്ലെയിം തട്ടുക. ആവശ്യമുള്ള മസാല നടുഭാഗത്തേക്ക് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അത് നല്ലപോലെ ഒന്ന് ഉടക്കണം. നല്ലപോലെ ഉടച്ച് അതിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഗ്രേവി ടൈപ്പ് ആക്കി എടുക്കും. നന്നായി ഉടച്ചതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഇനി അത് നല്ലപോലെ ഒന്ന് ചൂടാവണം. അതിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വരുമ്പോൾ ആവശ്യമുള്ളത് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റും. തവയുടെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടതിന് ശേഷം ഇനി പാവ് ബജിക്കുള്ള ബണ്ണെടുത്ത് ബട്ടർ നല്ലപോലെ ബണ്ണിലേക്ക് കൂടി മിക്സ് ചെയ്യും. കണ്ടെയ്നറിലേക്ക് മാറ്റിയ മസാലയിലേക്ക് കുറച്ച് ബട്ടർ കൂടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം മസാലയുടെ കൂടെ ബട്ടർ വെച്ച് ചൂടാക്കിയ ബന്ന് കൂടി വെക്കും. പിന്നെ കുറച്ച് സവാള ചെറുതായി സ്ലൈസ് ചെയ്തത്, ഒരു പീസ് കക്കിരിയും ഒരു പീസ് ചെറുനാരങ്ങയും. അപ്പോൾ ഇതൊക്കെ ആക്കുന്നത് മാത്രം കണ്ടാൽ പോരല്ലോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം. ദാഹിപൂരി ഒരു രക്ഷയുമില്ല, നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. 60 രൂപയാണ് ഈ ദാഹിപൂരിക്ക് ഇവർ ചാർജ് ചെയ്യുന്നത്. 6 പീസിൻ്റെ ഒരു സെറ്റാണ് ഇതിൽ. ദാഹിപൂരി തീർത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് പാവ് ബജി കഴിച്ചു നോക്കാം. ഒരു പീസ് ബന്ന് പൊട്ടിച്ചതിന് ശേഷം ആ ഗ്രേവിയിൽ മുക്കി അങ്ങ് കഴിക്കുന്നത് തന്നെ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. ചെറുനാരങ്ങ പിഴിഞ്ഞ് ചെറുതായി സ്ലൈസ് ചെയ്ത സവാള കൂടി ഇട്ട് ബന്നൊരു കഷ്ണം പൊട്ടിച്ച് അതിൻ്റെ കൂടെ ഇതൊക്കെ മുക്കി കഴിക്കുമ്പോൾ ഒരു രക്ഷയുമില്ല, സൂപ്പർ ടേസ്റ്റാണ്. 80 രൂപയാണ് ഇവർ ഈ പാവ് ബജിക്ക് ചാർജ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി മസാലയും ഉണ്ട്. ഇത് രണ്ടും കഴിച്ചതിന് ശേഷം അവരുടെ സ്പെഷ്യൽ ഷേക്കിന് ഓർഡർ ചെയ്തു. ഡ്രൈ ഫ്രൂട്ട്സും വാനില ഐസ്ക്രീമും ഒക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു കിടിലൻ ഷേക്കായിരുന്നു. 70 രൂപയാണ് ഇവരുടെ സ്പെഷ്യൽ ഷേക്കിൻ്റെ ചാർജ്. നല്ല ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്